നമസ്കാരം. ലോകത്തെ പിടിച്ചുലച്ച ജെഫ്രി എപ്സ്റ്റൈൻ ലൈംഗിക കുറ്റകൃത്യ കേസിലെ ആദ്യ പരാതിക്കാരിയും അതിജീവിതയുമായ വിർജീനിയ ഗിയുഫ്രെയുടെ ജീവിതം വീണ്ടും ചർച്ചയാകുന്നു. എപ്സ്റ്റൈൻ ഫയൽസ് ലോകത്തിന് മുന്നിൽ എത്തിച്ച അയൺ ലേഡി ചർച്ചകളിൽ നിറയുകയാണ്. അമേരിക്കൻ നീതി മന്ത്രാലയം എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ വിർജീനിയ നടത്തിയ നിയമ പോരാട്ടങ്ങളും അവരുടെ വിയോഗത്തിന് പിന്നാലെ പ്രസിദ്ധീകരിക്കപ്പെട്ട നോബഡീസ് ഗേൾ എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2009 വിർജീനിയ ഗിയുഫ്രെ തന്റെ ദുരനുഭവങ്ങൾ ലോകത്തോട് തുറന്നു പറയുന്നത്. 2000 ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലോറിഡയിലെ മാരലാഡോ റിസോർട്ടിൽ സ്പാ അറ്റൻഡറായി ജോലി ചെയ്യുമ്പോഴാണ് 16 വയസ്സുകാരിയായ വിർജീനിയ എപ്സ്റ്റൈന്റെയും കാമുകി ഗിസലൈൻ മാക്സ്വെല്ലിന്റെയും വലയിൽ വീഴുന്നത്. അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ വിർജീനിയയെ എപ്സ്റ്റൈൻ വർഷങ്ങളോളം ലൈംഗിക അടിമയായി ഉപയോഗിക്കുകയും തന്റെ ദ്വീപിലെത്തുന്ന അതിഥികൾക്കായി കാഴ്ചവെക്കുകയും ചെയ്തു. നല്ലൊരു കരിയറും പണവും വാഗ്ദാനം ചെയ്ത മാക്സ്വെൽ വിർജീനിയയുടെ വിശ്വാസം പിടിച്ചുപറ്റി. എന്നാൽ എപ്സ്റ്റൈന്റെ അടുത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. മസാജ് എന്ന പേരിൽ തുടങ്ങിയ ഇടപെടലുകൾ പിന്നീട് കടുത്ത ലൈംഗിക ചൂഷണങ്ങളിലേക്ക് നീങ്ങി. എപ്സ്റ്റൈന്റെ പെൺസുഹൃത്തായ മാക്സ്വെൽ റിസോർട്ടിൽ വെച്ച് വിർജീനിയയെ പരിചയപ്പെട്ടു. മസാജ് ചെയ്യുന്നതിൽ പരിശീലനം നൽകാമെന്നും എപ്സ്റ്റൈന് മസാജ് ചെയ്തു കൊടുത്താൽ വലിയ തുക നൽകാമെന്നും പറഞ്ഞാണ് വിർജീനിയയെ പ്രലോഭിപ്പിച്ചത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന വിർജീനിയയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തുക കിട്ടുന്ന ഒരു മെച്ചപ്പെട്ട ജോലി പ്രതീക്ഷിച്ചാണ് അവർ പോയത്. പക്ഷെ പിന്നീടാണ് ലൈംഗിക അടിമയാക്കാനാണ് കൊണ്ടുപോയതെന്ന്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ തന്നെ പീഡിപ്പിച്ചു എന്ന വിർജീനിയയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. 2001 ആൻഡ്രൂവിനൊപ്പം നിൽക്കുന്ന വിർജീനിയയുടെ ഫോട്ടോ വ്യാജമാണെന്ന വാദങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ആ ചിത്രം യഥാർത്ഥമാണെന്ന് മാക്സ്വെല്ലിന്റെ ഇമെയിലുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മരണശേഷം പുറത്തിറങ്ങിയ നോബഡീസ് ഗേൾ എന്ന 367 പേജുള്ള പുസ്തകത്തിൽ അതിനേക്കാൾ ഭീകരമായ വെളിപ്പെടുത്തലുകളുണ്ട്. താനൊരു കെണിയിൽ അകപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വിർജീനിയ എപ്സ്റ്റൈന്റെ നിയന്ത്രണത്തിലായിരുന്നു. വർഷങ്ങൾ നീണ്ട ആ നരകയാതനകൾക്കൊടുവിലാണ് അവർ നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. ലോക പ്രശസ്തനായ ഒരു പ്രധാനമന്ത്രി തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശ്വാസമൊട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്നും വിർജീനിയ കുറിച്ചു. ഈ പ്രധാനമന്ത്രി ആരാണെന്നത് ഇന്നും ദുരൂഹമായി തുടരുന്നുണ്ട്. എപ്സ്റ്റൈന്റെ പക്കലായിരുന്നപ്പോൾ ബോധരഹിതയായി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും തന്റെ അറിവില്ലാതെ അബോർഷൻ നടത്തിയെന്നും അവർ വെളിപ്പെടുത്തി. ലോകത്തെ ഉന്നതരായ നിരവധി വ്യക്തികൾക്ക് തന്നെ ലൈംഗിക അടിമയായി കൈമാറിയതായും അവർ വെളിപ്പെടുത്തി. പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വിർജീനിയ പിന്നീട് നിശബ്ദയായിരുന്നില്ല. എപ്സ്റ്റൈനെതിരായ നിയമ പോരാട്ടത്തിൽ അവർ ഉറച്ചു നിന്നു. അവർ മീടു പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായി മാറി. 2015 ലൈംഗിക കടത്ത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സോർ എന്ന സംഘടന അവർ സ്ഥാപിച്ചു. സ്പീക്ക് ഔട്ട്, ആക്ട്, റീക്ലെയിം എന്നതാണ് സംഘടനയുടെ പൂർണ്ണനാമം. നീണ്ട വർഷങ്ങളിലെ പോരാട്ടങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ഒടുവിൽ 2025 ഏപ്രിൽ 25 ഓസ്ട്രേലിയയിലെ വസതിയിലെ വിർജീനിയയെ മരിച്ചനിലയിൽ കണ്ടെത്തുകയായിരുന്നു. 41 വയസ്സിൽ അവർ ജീവനൊടുക്കിയെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. മരണത്തിന് ആഴ്ചകൾക്ക് മുൻപ് താൻ ഒരു കാർ അപകടത്തിൽപ്പെട്ടതായി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും അനുഭവിച്ച കടുത്ത വേദനകളുടെ ഭാരം താങ്ങാനാവാതെയാകാം അവൾ ഈ ലോകത്ത് നിന്ന് മടങ്ങിയതെന്നായിരുന്നു വിർജീനിയയുടെ മരണശേഷം കുടുംബത്തിന്റെ പ്രതികരണം. വിർജീനിയ വിടവാങ്ങിയെങ്കിലും എപ്സ്റ്റൈൻ എന്ന അധോലോക നായകന്റെയും അയാളുടെ കൂട്ടാളികളുടെയും മുഖംമൂടി അഴിച്ച അതിജീവിത നിലയിൽ ചരിത്രം അവരെ രേഖപ്പെടുത്തും.